നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മെഡിക്കൽ സേവന രംഗത്ത് നൂതന സംവിധാനങ്ങളുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ആശുപത്രിയായ കിംസ് ശ്രീചന്ദ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചതായി സിഇഒ ഫർഹാൻ യാസിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറഞ്ഞ ചിലവിൽ എല്ലാവിധ ചികിത്സയും ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. റോബോട്ടിക് സർജറിക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അടുത്തയാഴ്ചയോടെ അതിന്റെ പ്രവർത്തനവും ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിനേക്കാളും കൂടെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഹോസ്പിറ്റലിൽ രംഗത്ത് ലീഡിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഏതാണ്ട് 18ഓളം ആശുപത്രി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിലുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു 500 മുതൽ 800 ബെഡുള്ള ഹോസ്പിറ്റൽസ് വരെ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോടുകൂടി ഞാൻ പറഞ്ഞ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു വിപുലമായ ഒരു സമ്മേളനത്തിൽ നമ്മളത് അനൗൺസ് ചെയ്യുകയും ചെയ്യും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിങ്ങളെപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്ന കാര്യവും ഞാൻ എപ്പോഴും പാലിക്കുന്ന കാര്യവും ഒന്നാണ്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ എപ്പോഴും സാധാരണക്കാരന് താങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേഴ്സണൽ നമ്പർ അടക്കം ഞാൻ എൻ്റെ അത് വെച്ചിട്ടുണ്ട്. നിങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരാളുണ്ട്, സാമ്പത്തികമായിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള കുറേ CSR ആക്ടിവിറ്റീസ് ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് അവർക്ക് വേണ്ടിയുള്ള ഇളവുകൾ കൊടുക്കാനും അവർക്ക് വേണ്ടി ചികിത്സാ സംവിധാനം ഒരുക്കുവാനും നമ്മൾ തയ്യാറാണ്. അത് നേരിട്ട് ഞാൻ തന്നെ നോക്കി ചെയ്യുന്നൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫോൺ നമ്പർ തന്നെ ഈ പത്രക്കുറിപ്പിൽ വെച്ചിട്ടുണ്ട്. പണമില്ലാത്തതിനാൽ ഒരാളുടെ ചികിത്സ പോലും നിഷേധിക്കാൻ പാടില്ലെന്ന മൂല്യവും നിശ്ചയദാർഢ്യവും മുറുകെ പിടിച്ച് മുന്നേറുന്ന കിംസ് ശ്രീചന്ദ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാകാനുള്ള എല്ലാ സഹായ പദ്ധതികളും ലഭ്യമാക്കുമെന്ന് CMO പറഞ്ഞു. 350 കിടക്കകളുള്ള ആശുപത്രി വിപുലീകരിക്കുമെന്നും എല്ലാ വിഭാഗം ചികിത്സയും 24 മണിക്കൂറും ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരായ ദിൽഷാദ് രവീന്ദ്രൻ, മഹേഷ് ഭട്ട്, സതീഷ്, നാസർ, ജിൽജിത്ത്, ഫിനാൻഷ്യൽ ഓഫീസർ അർജുൻ വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.